എൻ്റെ ഒരു പ്രഡിക്ഷനാണ് കുറച്ച് സമയത്തിനുള്ളിൽ, കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ക്രൂഷ്യൽ ഒരു മൊമെൻറ്റിൽ US ഓയിലിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു മിലിറ്ററി ബേസ് കുറേ ഉണ്ടല്ലോ മിഡിൽ ഈസ്റ്റിൽ കുറയണം, അതിലേതെങ്കിലും ഒന്നിൽ ഒരു വലിയൊരു അറ്റാക്ക് നടക്കും. ആ അറ്റാക്കിൽ കുറച്ച് അമേരിക്കക്കാർ പട്ടാളക്കാർ മരിക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാ സൂചനകളും നമുക്കിവിടെ കാണാൻ പറ്റും. അമേരിക്കനെ ഈ യുദ്ധത്തിലേക്ക് ഇടപെടുത്താൻ എന്തെങ്കിലും ഒന്ന് നടന്നേ ഇപ്പോൾ പറ്റുള്ളൂ. പണ്ട് വേൾഡ് വാർ സെക്കൻഡ് സമയത്ത് പേൾ ഹാർബറിൽ ഒരു അറ്റാക്ക് കടന്നില്ല, അതുപോലെ ഒരെണ്ണം വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം വന്നപ്പോൾ ഉക്രൈന് ഹെൽപ്പ് ചോദിക്കാൻ ഉണ്ടായിരുന്നു അമേരിക്ക. അന്ന് ബൈഡൻ ആയിരുന്നു. ബൈഡന് ആരും പേടിക്കുമൊന്നും വേണ്ടായിരുന്നു, എടുത്തങ്ങോട്ട് കൊടുത്തു. അമേരിക്കക്കാരില്ലെങ്കിൽ ഉക്രൈനൊക്കെ എന്നോ വീണു, അവരൊക്കെ റഷ്യക്കാരൊക്കെ വന്ന് പിടിച്ചടക്കി കൊണ്ടുപോയി. അവരുള്ളത് ഈ അമേരിക്കയുടെ ടെക്നോളജിയും വെപ്പണറി ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം പിടിച്ച് നിന്ന് തന്നെ. പക്ഷേ അവിടെയാണ് ഈ ട്രംപിൻ്റെ ഒരു കുഴപ്പം വരുന്നത്. ട്രംപ് ജയിച്ച തന്നെ ഇലക്ഷന് 24 മണിക്കൂർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ വന്നു കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കും, ഒരു യുദ്ധവും ഇനി നടക്കില്ല, റഷ്യ ഉക്രൈനക്ക് ഞാൻ സോൾവ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഇസ്രയേലും അമേരിക്കയും പണ്ടോട്ടേ ഫ്രണ്ട്സാണ്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അവർക്കിപ്പോൾ കുറച്ച് ഒരു യുദ്ധം വരുമ്പോൾ കുറച്ച് വെപ്പൺ കൊടുക്കാനൊന്നും പ്രശ്നമൊന്നും ഇല്ല. പക്ഷേ ട്രംപിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് അവരുടെ പാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട്, നമ്മൾ ഈ വേണ്ടാത്ത യുദ്ധത്തിനൊന്നും പോയി തലയിടണ്ട, അതിൻ്റെ ഒരാവശ്യമില്ല, അവരായി അവരുടെ പാടായി, ഇതിന് നമ്മളെന്തിനാണ് അതിൻ്റെ അടിയിൽ നിൽക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വലിയ ശബ്ദങ്ങൾ വരുന്നുണ്ട്, ഈ വോയിസ് വലുതാണ്, അവരിതിനെല്ലാം ഒപ്പോസ് ചെയ്യാണ്, യുദ്ധത്തിലൊന്നും ഇടപെടണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് വേണം? ഒരു അറ്റാക്ക് വേണം. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാഷിങ്ടണിൽ വെച്ചിട്ട് ഇസ്രായേൽ എംബസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും മരിച്ചത്. അപ്പോൾ ഇതുപോലെ പല സൂചനകൾ നമുക്കിത് കിട്ടുന്നുണ്ട്. അതുപോലെ ഇനി വലിയൊരു അറ്റാക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഈസിയാണ് അമേരിക്കയ്ക്ക് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ഇടപെടാൻ. റിപ്പോർട്ട്സ് വരുന്നത് ഇസ്രായേലുകാർ ട്രംപിന് ഒരു ബ്രീഫ് കൊടുത്തു. ഈ സുപ്രീം ലീഡർ ഉണ്ടല്ലോ ഇറാനിലെ, അയത്തുള്ള ഹമീനെ എന്ന് പറഞ്ഞിട്ട്, അയാളുടെ കൊല്ലാനുള്ള ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്തു. അത് ട്രംപ് വീറ്റോ ചെയ്തു, അഗ്രി ചെയ്തു എന്നുള്ള അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. റെജീം ചേഞ്ച് ആണോ ഇവരുടെ പ്ലാന്, അതോ ഇനി ഫുൾ ഫ്ലെഡ്ജ്ഡ് അറ്റാക്കിനാണോ പ്ലാൻ എന്നൊന്നും അറിയില്ല. പക്ഷേ അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇവർ വരുത്തും, അത് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.